രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 14-ാം തീയതി അമേരിക്കയിൽ മരണപ്പെട്ടത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിച്ചത്. നിങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കാണുക. ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഈ കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു രണ്ട് കർണാടക സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിൽ മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ മരണകാരണമായിട്ട് പറയപ്പെട്ടത് അവർ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു എന്നായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, ഒന്നും അറിയാതെ കടന്നുറങ്ങിയ പാവം കുട്ടികൾ അവരുടെ റൂമിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഹീറ്ററിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടാണ് അവർ മരണപ്പെട്ടത്. അതായത് -ডিഗ്രി തണുപ്പൊക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാവരും റൂമിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രിക് ഹീറ്റർ. ഈ ഇലക്ട്രിക് ഹീറ്ററിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടാകാൻ, അത് മാത്രമല്ല 4 മണിക്കൂറിൽ കൂടുതൽ ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കാർബൺ മോണോക്സൈഡ് ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്വസിക്കുകയാണെങ്കിൽ മരണത്തിന് വരെ കാരണമാവുന്നതാണ്. ഇത് തടയാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കുറെ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, ആമസോണിലൊക്കെ ലഭ്യമാണ്. ഇത് വയ്ക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അലാം